Good afternoon. Okay, നമ്മളപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നിൽക്കുമായിരുന്നു അല്ലെ? പിൽഫറേജ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ. അതിന് 3 പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹോസ്പിറ്റലിൽ വേസ്റ്റേജ് ആവുന്നത് അല്ലെങ്കിൽ മോഷണം വരുന്നത്, മെറ്റീരിയൽസ് ഒക്കെ വേസ്റ്റേജ് ആയി പോകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്, അതിന്റെ കാരണം ഏതാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? കോസസ്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. ജനനം, മരണം തുടങ്ങിയ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് മെറ്റീരിയൽസ് ഏതെങ്കിലും രീതിയിലൂടെ മോഷണം പോകാം. പിന്നെ അർജന്റ് അറ്റൻഷൻ അല്ലെ? പേഷ്യൻസിന് എമർജൻസി പേഷ്യൻസിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ പെട്ടെന്ന് മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ വേസ്റ്റേജ് ആയി പോകാം. പിന്നെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ പോയിന്റില് ലോവർ ലെവലിലുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് മെറ്റീരിയൽസ് ആ സ്റ്റോക്ക് എക്സ്പ്ലോഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയി പോകാം. അത്രയല്ലേ പറഞ്ഞേക്കുന്നേ? അനുഷ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? അനുഷ നമ്മുടെ ഉണ്ടായിരുന്നോ? ഇല്ല ടീച്ചർ. ഓക്കെ, ഇല്ലായിരുന്നില്ല അല്ലെ? കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം മനസ്സിലാവുന്ന പോർഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഇമ്പോർട്ടന്റ് സെക്ഷനുകളായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എ ഐറ്റം ബി ഐറ്റം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കി പോകാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്കത് ചെയ്തു തരാം, ക്ലിയർ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് നോക്കി. അടുത്ത 4ാമത്തെ പോയിന്റ് ഏതാ? 4 പോയിന്റ് പറഞ്ഞത് അല്ലെ? ഒന്നിലധികം സ്വയംഭരണ യൂണിറ്റുകൾ. ഇനി അടുത്ത നോക്കാം 5ാമത്തെ പോയിന്റ്, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ്. അവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നാട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്തേ. ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്? സമഗ്രമായ ഭരണത്തില് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടപെടലുകള്. ഒരു കാര്യത്തിന് നമ്മൾ എന്താ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ അതിൽ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ശ്രദ്ധ കിട്ടില്ല അല്ലെ? ഇപ്പൊ 1 or 2 ഡിപ്പാർട്ട്മെന്റുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും അല്ലെ? ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഇത് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മെറ്റീരിയൽസ് മിസ്സായി പോകുമോ അല്ലെങ്കിൽ മോഷണം പോകുകയോ ഒക്കെ ചെയ്യാം. അടുത്തൊരു കാരണം കേട്ടോ, ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ് ഇൻ കോംപ്രിഹെൻസീവ് അഡ്മിനിസ്ട്രേഷൻ. സമഗ്രമായ ഭരണത്തില് ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിന്റെ അധികം ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾപ്പെടല്, ഇൻവോൾവ്മെന്റ്, പങ്കാളിത്തം. ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം. നോ ജോബ് സ്പെസിഫിക്കേഷൻ. അടുത്ത പോയിന്റ് നമുക്കറിയാം, ഓരോരുത്തർക്കും ഓരോ ജോലി സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ നമുക്ക് എന്ത് പറ്റും? മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മാത്രം ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും അല്ലെ? ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരു കാര്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ആരും അതിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ വരുമ്പോൾ എന്താ പറയാ, അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ മിസ്സായി പോകാം. ജോബ് സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കേട്ടോ, ഇങ്ങനെ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാനും നഷ്ടം വരാനും ഒക്കെ മോഷണം പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അടുത്ത നോക്കിയേ, ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിലും ആവശ്യമായ വസ്തുക്കൾ വലിയ സ്റ്റോക്ക്, ആവശ്യത്തിനുള്ള സ്റ്റോക്ക് പോരെ അല്ലെ? ഹോൾഡിംഗ് ഓഫ് ലാർജ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഫോർ ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിലും അവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള മെറ്റീരിയൽസിന്റെ വലിയ സ്റ്റോക്ക് വെക്കുന്നത് ഇതുപോലെ വേസ്റ്റേജ് ആയി പോകാം അല്ലെ? ആവശ്യത്തിന് കൂടുതൽ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളൊക്കെ കഴിയുമ്പോൾ അതിന്റെ എന്താ പറയാ എക്സ്പയറി കഴിഞ്ഞും അങ്ങനെയൊക്കെ വേസ്റ്റേജ് ആയി പോകാം. അടുത്ത നോക്കിയേ, ഫാർ ടു മെനി ഡിവിഷൻസ് റൗണ്ട് ദ ക്ലോക്ക്. 24 മണിക്കൂറും വളരെയധികം സന്ദർശകർ, വിസിറ്റേഴ്സ് കണ്ടോ? അപ്പൊ നമുക്ക് അതിന്റെ ടൈം ഒക്കെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യണം. ഒത്തിരി ആളുകൾ, അതായത് 24 hours ധാരാളം വിസിറ്റേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് എല്ലാവരും ഹാൻഡിൽ ചെയ്തൊന്നും പറ്റില്ല അല്ലെ? അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചു കൊണ്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അടുത്ത് നോക്കിയേ, നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ദ ഡ്യൂട്ടി. കണ്ടോ? അടുത്തത് എന്താ? സ്റ്റാഫുകള് ഡ്യൂട്ടി വിടുമ്പോൾ അവരെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പാടില്ലേ അല്ലേ? സ്റ്റാഫുകളെയൊക്കെ ഡ്യൂട്ടി വിടുമ്പോൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ മെറ്റീരിയൽസ് ഇതുപോലെ മോഷണം പോകാം.
No proper check on staff when they leave duty. അടുത്ത നോക്കിയേ, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിലുള്ള യഥാർത്ഥ ക്ഷാമം, മാർക്കറ്റിലുള്ള യഥാർത്ഥ ക്ഷാമം, മെറ്റീരിയൽസിന് എന്തെങ്കിലും ക്ഷാമം ഇതൊക്കെ വരുവാണെങ്കിലും നമുക്ക് എന്താ ഇപ്പൊ ഉള്ളത് വെച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്താ മെറ്റീരിയൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റേജ് ആയി പോകാം, ഓക്കെ, ഡാമേജ് ആയി പോകാം. Then poor materials management and audit system. കണ്ടോ, poor materials management, audit system, കണക്ക് പരിശോധന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെയൊക്കെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അഭാവം, അവര് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഒക്കെ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയി പോകാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിസ്റ്റം പൂർ ആണെങ്കിൽ, കറക്റ്റ് അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഓഡിറ്റ് സിസ്റ്റം കറക്റ്റ്, അതൊക്കെ നമ്മൾ എങ്ങനെ ഓഡിറ്റിംഗ് നടത്തണ്ടേ, ഓഡിറ്റിംഗ് അതായത് മെറ്റീരിയൽസ് എണ്ണം കറക്റ്റ് ആണോ, സ്റ്റോക്ക് ക്ലിയർ ആണോ എന്നൊക്കെ ഇടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണം, ഓഡിറ്റ് നടത്തണം അല്ലെ. അപ്പൊ ആ ഒരു ഇത് കുറവാണെങ്കിൽ, ഓഡിറ്റിംഗ് സിസ്റ്റം കുറവാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും വേസ്റ്റേജ് ആളുകൾ ഇപ്പൊ അവർക്ക് പറയാലോ, വേറെ കണക്കും കാര്യങ്ങളും നോക്കുള്ള എന്തെങ്കിലും കയ്യിൽ കിട്ടിയതൊക്കെ വേണമെങ്കിൽ അവർക്ക് എടുത്തോണ്ട് പോകാം അല്ലെ. അപ്പൊ അങ്ങനെയും വേസ്റ്റേജ് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാം. അടുത്ത് നോക്കിയേ, too many hospital staff remaining in the same compound. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒന്നിലധികം ഹോസ്പിറ്റൽ സ്റ്റാഫുകള്, അതായത് നമുക്ക് ഓരോ സ്റ്റാഫിനും എന്താ പറയാ അവർക്കുടേതായ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഏരിയകളൊക്കെ ആയിരിക്കും കൊടുത്തേക്കണേ അല്ലെ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ആ സ്റ്റാഫ് ആയിരിക്കും നോക്കേണ്ടത്. ഇവിടെ എന്താ, ഒരു കോമ്പൗണ്ടിൽ തന്നെ ധാരാളം too many hospital staff നിൽക്കുന്നതും ഏതാണ്, ഇങ്ങനെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള, മോഷണം പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നോക്കിയേ, inadequate workforce to document expenditure and revenue accurately. കൃത്യമായി രേഖപ്പെടുത്താനായിട്ട് ഏതാ ചെലവും വരവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ inadequate workforce, അതിന് ആവശ്യത്തിനുള്ള തൊഴിലാളികളില്ലായ്മയും, കണ്ടോ, വരവും ചെലവും ഒക്കെ കൃത്യമായിട്ട് എക്സ്പെൻഡിച്ചർ അല്ലെ, ചെലവും വരവും ഒക്കെ നമുക്ക് റവന്യൂ വരുമാനം അത് ആക്യുറേറ്റ്ലി കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ, ചെലവും വരുമാനവും ഡോക്യുമെന്റുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ ആവശ്യത്തിനുള്ള തൊഴിലാളികൾ ഇല്ലായ്മ അല്ലെ, ഇന്നാഡിക്വേറ്റ് അപര്യാപ്തമായ തൊഴിലാളികള് അല്ലെ. എല്ലാ കറക്റ്റും തിട്ടപ്പെടുത്താൻ അതിന്റെ കൃത്യം ആളുകൾ വേണം എല്ലാ സെക്ഷനിലും. അപ്പൊ അങ്ങനെ തൊഴിലാളികളുടെ കുറവും എന്ത് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാൻ അല്ലെങ്കിൽ മോഷണം പോകാനുള്ള ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്ത സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഐറ്റംസ് എന്നാണ് കേട്ടോ. അത് MS മാത്രമേ ഉള്ളൂ, ITEMS ആണ്. ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജ്. പിൽഫറേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഐറ്റം ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ മോഷണം പോകാൻ ചാൻസ് ഉള്ള ഐറ്റംസ് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഡ്രഗ്സുകള്, മരുന്നുകൾ മോഷണം പോകാം അല്ലെ. ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ് പോകാം. ദെൻ ലിനൻ, തുണിത്തരങ്ങൾ മോഷണം പോകാം. മെറ്റീരിയൽസ് വേർ സച്ച് ആസ് യൂട്ടൻസിൽസ്, പാത്രങ്ങള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷണം പോകാം. ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളും ഒക്കെ മോഷണം പോകാം. കോമൺ ആയിട്ട് പറഞ്ഞേക്കണേ കേട്ടോ. ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽ, ലിനൻ, യൂട്ടൻസിൽസ്, മെറ്റീരിയൽസ് വേർ സച്ച് ആസ് യൂട്ടൻസിൽസ്, പാത്രങ്ങള്, ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം മോഷണം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ, എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്. ഇനി നോക്കിയേ, സെലക്ഷൻ ഓഫ് പിൽഫറേജ് ഓർ ഡിറ്റക്ഷൻ. ഈ പിൽഫറേജ് നമുക്ക് കണ്ടെത്താൻ അവിടെ ഒരു ഡിറ്റക്ഷനും കൂടി ചേർത്ത് കേട്ടോ. അതാണ് കുറച്ചും കൂടി ആപ്റ്റ്. നമ്മൾ പിൽഫറേജ് കണ്ടെത്താനായിട്ട് എന്തൊക്കെയാണ്, DETECTION, ഡിറ്റക്ഷൻ കണ്ടെത്തുക. DETECTION, ഡിറ്റക്ഷൻ ഓർ സെലക്ഷൻ ഓഫ് പിൽഫറേജ്. കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഡിറ്റക്ഷൻ തന്നെയാണ്. അതായത് ഈ പിൽഫറേജ് മോഷണം നമുക്ക് കണ്ടെത്താനായിട്ട് എങ്ങനെയൊക്കെയാണ് നോക്കിയേ. എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. എങ്ങനെയാ, നമ്മുടെ സാധാരണ ഡിമാൻഡുകളിൽ പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, സാധാരണ ആവശ്യങ്ങളിലോ ഡിമാൻഡുകളിലോ പെട്ടെന്നുണ്ടാകുന്ന വർധനവ്. അബ്രപ്റ്റ്, സഡൻ എന്നുള്ളതാട്ടോ മീനിങ്. അബ്രപ്റ്റ്, ABRUPT, സഡൻ.
any sudden rise in routine needs or demands. നമ്മുടെ ഡെയിലി ഉള്ള ആവശ്യങ്ങളിലോ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള വർധനവ്. സാധാരണ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത്ര 10 ഐറ്റമാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ പെട്ടെന്ന് അവരൊരു 15 വേണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, അങ്ങനെ ആ ഡിമാൻഡുകളിലെ വർധനവ് കാണിക്കുമ്പോൾ നമുക്ക് എന്താ ഈ പിൽഫറേജ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെ, കണ്ടെത്താൻ പറ്റും. അവർക്ക് 10 മതി, അത്രയും കൊടുത്താൽ മതിയല്ലോ. പതിവായിട്ട് നമ്മൾ അത്രയും ഐറ്റമാണ് അങ്ങോട്ടേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ പെട്ടെന്ന് വർധനവ് വരുമ്പോൾ നമുക്ക് എന്താ, അത് എക്സ്ട്രാ അവര് മേടിക്കുന്നതല്ലേ, അപ്പൊ നമുക്കത് കണ്ടെത്താൻ പറ്റും. അടുത്ത നോക്കിയേ, any unreasonable expenditure of any section when compared to previous period. കണ്ടോ, മുമ്പുള്ള പീരീഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിനുള്ള ഒരു യുക്തിരഹിതമായിട്ടുള്ള ചിലവ് കണ്ടോ, അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ, അത്രയും നോട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും റീസൺ അല്ലാത്ത ചെലവ്. നമുക്ക് കണക്കും കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള റീസൺ ഇല്ലേ, ഇതിന് ഇപ്പൊ പർച്ചേസിങ്ങില് നമ്മള് മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് ഇത്ര ഐറ്റം ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ ആ ചെലവ്, അതിന് പ്രത്യേകം കണക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺറീസണബിൾ, റീസൺ ഇല്ലാത്ത എന്തെങ്കിലും ചെലവുകള് കണ്ടോ, ഓഫ് എനി സെക്ഷൻ, ഏത് സെക്ഷനിലായിക്കോട്ടെ, വെൻ കമ്പയർ ടു പ്രീവിയസ് പീരീഡ്, മുൻപുള്ള കാലയളവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും സെക്ഷനിൽ റീസൺ അല്ലാത്ത എന്തെങ്കിലും ചെലവുകൾ വരുവാണെങ്കിലും നമുക്ക് എന്തെന്ന് കണ്ടെത്താം, ഈ ഡിഡക്ഷൻ ഓഫ് പിൽഫറേജ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഏരിയാസ് എന്ന് പറഞ്ഞത്? പിൽഫറേജ് മോഷണം പോകുന്ന ഏരിയ മെയിൻ ആയിട്ട് ഇവിടെ കിച്ചൺ ആട്ടോ പറഞ്ഞേക്കുന്നത്. കിച്ചൺ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നമ്മുടെ നോട്ടില്, അല്ലാതെ ഓരോ സെക്ഷനുകളിൽ എന്താ മോഷണം പോകാം, ഐറ്റംസ് മെറ്റീരിയൽസ് മോഷണം പോകാം. ഇവിടെ കിച്ചണിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കിച്ചൺ അത് നോക്കി എങ്ങനെയാ, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുക്ക്ഡ് ഫുഡ്, കുക്ക് ചെയ്ത ഭക്ഷണം, നമ്മൾ പാചകം ചെയ്ത് വെച്ചിട്ടുള്ള ആഹാരം നമുക്ക് മോഷണം പോകാം. ഫുഡ് മെറ്റീരിയൽ ലോസ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്, കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് ഫുഡ് കൊണ്ടുപോകൂലേ, ട്രാൻസ്പോർട്ട് ചെയ്യൂലേ, ആ സമയത്ത് ഫുഡ് മെറ്റീരിയൽസ് എന്താകാം, നഷ്ടപ്പെട്ടു പോകാം. മെയിൻ ആയിട്ട് ഇവിടെ കിച്ചൺ ആ പറഞ്ഞേക്കണം കേട്ടോ. ഏരിയ ഓഫ് പിൽഫറേജ് കിച്ചൺ, അത് ഏതൊക്കെയാ, ബിഫോർ കുക്കിംഗ് അല്ലെ, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക് ചെയ്തതിന് മുന്നുള്ള ഭക്ഷണങ്ങള്, സാധനങ്ങളെ നമ്മൾ മേടിക്കുക, പച്ചക്കറികളാവട്ടെ പലചരക്ക് സാധനമൊക്കെ ആവട്ടെ, അങ്ങനെ ആ ഐറ്റംസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാം, അങ്ങനെ പറ്റാം. അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണം വേണമെങ്കിൽ മോഷണം പോകാം. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് മെറ്റീരിയൽ കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകൂലേ, സപ്ലൈ ചെയ്യൂലേ, ആ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ സമയത്തും മെറ്റീരിയൽസ് എങ്ങനെ മോഷണം പോകാം. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് ഡ്രഗ് സ്റ്റോർസ് ആണ്. ഡ്രഗ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന, എവിടേക്കാണ്, അതിന് വേറൊന്നും ഡീറ്റെയിൽ ഇല്ല. നിങ്ങൾ ആ ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് ഡ്രഗ്സ് മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നത്? കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ്, അവിടെ ഡ്രഗ്സ് സ്റ്റോർ ചെയ്യാം. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. അടുത്ത് നോക്കിയേ, ഏരിയ ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ് അല്ലെ, കുട്ടികളുടെയൊക്കെ അല്ലെ, പ്രസവ വാർഡ്, കുട്ടികള് പുതിയ ന്യൂബോൺ ബേബീസ്, അവരുടെ ഇത് ജനിക്കുന്ന അത് പ്രസവ വാർഡ്, ഈ ഇങ്ങനെയുള്ള ഏരിയകളില് അവിടെ മരുന്നുകൾ സ്റ്റോർ ചെയ്യാം. പിന്നെ അടുത്ത ലേബർ റൂം, ICCU എന്താണ്, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, അതൊന്നും എഴുതി വെച്ചോ കേട്ടോ. അവിടെ വേറെ ഒന്നും ഡീറ്റെയിൽ ഇല്ല. ആ ഏരിയ ഏതാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. എവിടേക്കാണ് എന്നുള്ള ഏരിയകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ്? ICCU എന്ന് പറഞ്ഞ ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്, കിട്ടിയ ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ്. ദെൻ മോർച്ചറി കാർഡിയോതറാക്സിക് യൂണിറ്റ്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്,
പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, കുട്ടികളുടെ അറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ, അതിനകത്ത് നോക്കിയ ജനറൽ ഐറ്റം വിൽ ബി സ്റ്റീൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്സ്, ഗ്ലൗസ് തുടങ്ങിയുള്ളത് മെറ്റീരിയൽസ്. പിന്നെ വാർഡ് ആൻഡ് സെക്ഷൻസ്, വാർഡ് മറ്റുള്ള അത് ബന്ധപ്പെട്ട ലിനൻ, സോപ്പ്, ടോർച്ച് അതൊക്കെ. പിന്നെ വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റനൻസ് ബിൽ, ക്യാഷ്, മെറ്റീരിയൽസ്, സാധനങ്ങള്, പൈസ അതൊക്കെ. പിന്നെ അടുത്ത ആംബുലൻസ് സർവീസ്, അവിടെ ഏതാ പെട്രോള്, ഓയില്, പിന്നെ ജനറൽ സ്റ്റോഴ്സ്. അപ്പൊ പേരുകൾ മാത്രം ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സ് എവിടേക്കാന്നുള്ളത്, കാഷ്വാലിറ്റി ആൻഡ് എമർജൻസീസ്, ദെൻ മെറ്റർണിറ്റി വാർഡ്, ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയോതൊറാക്സിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡ്സ് ആൻഡ് സെക്ഷൻസ്, ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് വിങ്, ദെൻ ആംബുലൻസ് സർവീസ്, ജനറൽ സ്റ്റോഴ്സ്. അത് പേരുകൾ മാത്രം ഒന്ന് വായിച്ചങ്ങ് വിട്ടേക്ക് കേട്ടോ. ഇനി അടുത്തത് എന്തൊക്കെയാണ്, നമുക്കിപ്പോ മോഷണം പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ഏതൊക്കെ ഏരിയയിലാണ് മോഷണം പോണേ, കിച്ചൺ ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, ഇതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് റെമഡിയൽ മെഷേഴ്സ്, എങ്ങനെ നമുക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കിയാൽ എന്തൊക്കെയാ റെമഡിയൽ മെഷേഴ്സ് വരുന്നത്. എ തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. കണ്ടോ, നമുക്ക് എന്ത് വേണം, ഒരു തറോ സ്റ്റഡി, ഒരു സിസ്റ്റത്തെ കുറിച്ച്, ആ ഒരു സംവിധാനത്തെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു പഠനവും, പിന്നെ എവിടെയെങ്കിലും ലൂപ്പ് ഹോളുകൾ കണ്ടോ, എന്തെങ്കിലും പഴുതുകള് തിരിച്ചറിയുകയും ചെയ്യുക. അപ്പൊ മോഷണം പോകാനുള്ള പഴുതുകള് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ പോകാം, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത്തെയാണ് കേട്ടോ. ആ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു നല്ലൊരു പഠനം, അവിടുത്തെ ഒരു സംവിധാനത്തെ കുറിച്ച് നല്ലൊരു പഠനം നടത്തുക. എന്തെങ്കിലും ഇങ്ങനെ മോഷണം പോകാനൊക്കെയുള്ള ഒരു ലൂപ്പ് ഹോളുകള് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. കിട്ടിയോ ഒന്നാമത് പോയിന്റ്? A thorough study of the system and identification of loopholes. രണ്ടാമത് നോക്കിയ ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക അല്ലെ, അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങള് ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ പറയാം CCTV പോലുള്ള കാര്യങ്ങളൊക്കെ, ക്യാമറകളൊക്കെ വെക്കുകയാണെങ്കിലോ അല്ലെ, കുറെയൊക്കെ മോഷണം പോണത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലേ, റെമഡി ആയിട്ട് എടുക്കാം നമുക്കതിനെ. ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം അവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനം നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, മെച്ചപ്പെടുത്താം. അടുത്ത നോക്കിയേ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്, വിവിധ വകുപ്പുകളുടെയും വാർഡുകളുടെയും ആവശ്യങ്ങളുടെയും നിലവാരം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്, പല ഡിപ്പാർട്ട്മെന്റിന്റെ വാർഡുകളുടെയൊക്കെ നിലവാരം നമുക്ക് ഒരു റെമഡി ആയിട്ട് എടുക്കാം. അപ്പൊ അത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അതിനനുസരിച്ച് അവർക്കുടേതായ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ മോഷണം പോകാതിരിക്കാനുള്ള ഒരു റെമഡി ആയിട്ട് എടുക്കാം അല്ലെ. അവർക്കുടെ സ്റ്റാൻഡർഡൈസേഷൻ, പല ഡിപ്പാർട്ട്മെന്റുകളുടെ വാർഡുകളുടെ നിലവാരം. പിന്നെ നോക്കി, ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടാം അല്ലെ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. കുറെ ഇപ്പൊ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സെക്യൂരിറ്റിന്ന് വെച്ചാൽ അയാൾക്ക് എല്ലായിടത്തും കണ്ടെത്താൻ പറ്റുമോ അല്ലെ. അപ്പൊ നമുക്ക് കുറച്ചധികം ഓരോ സെക്ഷനുകളിലും അല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്യൂരിറ്റിനെയൊക്കെ നിർത്തുവാണെങ്കിൽ എന്താ പറയാ, അവർക്ക് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടും. അപ്പൊ ഇങ്ങനെ മോഷണം പോകാനുള്ള ചാൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ എണ്ണം കൂട്ടുക. അടുത്ത് നോക്കിയ, റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 24 hours, 24 മണിക്കൂറും നല്ല വില കൂടിയ ഡ്രഗ്സുകള് ആര് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ, സീനിയർ ഒഫീഷ്യൽസ്, സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥര് വില കൂടിയ മരുന്നുകൾ കൈകാര്യം ചെയ്യണം. ഇപ്പൊ താഴെയൊക്കെ ഇടയിലുള്ളവർക്കൊക്കെ ചിലപ്പോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നൊന്നും കൃത്യമായിട്ട് അറിഞ്ഞെന്ന് വരില്ല അല്ലെ. അപ്പൊ അവർക്കുടെ ശ്രദ്ധ കുറവൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഈ മരുന്നുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ വേസ്റ്റേജ് ആയി പോകാം അല്ലെ. അപ്പൊ എപ്പോഴും എങ്ങനെയാ, വില കൂടിയ മരുന്നുകൾ പ്രത്യേകിച്ചും ഏതാണ് 24 മണിക്കൂറും കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥര് അത് കൈകാര്യം ചെയ്യുക.
അടുത്ത് നോക്കിയേ, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇൻറ്റന്റ് ഓൺലി. ഇനി നോക്കിയേ, പ്രത്യേക ആവശ്യത്തിന് മാത്രം സപ്ലൈ ചെയ്യുക. പ്രത്യേക കരാറുകളിലും വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. അല്ലാതെ എപ്പോഴും അല്ല, നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മളത് കോസ്റ്റ്ലി ഡ്രഗ്സ് സപ്ലൈ ചെയ്യുക. ഓൺ സ്പെഷ്യൽ ഇൻറ്റൻസ് ഓൺലി, പ്രത്യേക കരാറുകളില്, ഇൻറ്റന്റ് എന്ന് പറഞ്ഞ കരാറ്, പ്രത്യേക കരാറുകളിൽ മാത്രം വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. നമുക്ക് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ അല്ലെ? അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയൊക്കെ നമുക്ക് ഒട്ടും മിസ്സാവാത്ത രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ ഒട്ടും വേസ്റ്റേജ് ആവാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ പ്രത്യേക കരാറുകളിൽ മാത്രം വില കൂടിയ മരുന്നുകൾ സപ്ലൈ ചെയ്യുക. അടുത്ത് നോക്കിയേ, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. കണ്ടോ, സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക ആൻഡ് റുട്ടീൻ ഓഡിറ്റ്, പതിവ് പരിശോധനയും അല്ലെ. നമ്മളിപ്പോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില് വെരിഫിക്കേഷൻ ചെയ്യാൻ വരും എന്ന് പറയുമ്പോ ചിലപ്പോ അവരെല്ലാം ക്ലിയർ ചെയ്ത് വെക്കും അല്ലെ. സർപ്രൈസ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ റെക്കോർഡ് അവര് കറക്റ്റ് അല്ല, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. പെട്ടെന്നുള്ള ഒരു സർപ്രൈസ് വെരിഫിക്കേഷൻ നടത്തുക ആൻഡ് റുട്ടീൻ ഓഡിറ്റ്, നമുക്ക് പതിവ് പരിശോധനയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെരിഫിക്കേഷൻ നടത്തും എന്നൊക്കെ നമുക്ക് 1-2 ക്ലാസ് ചെല്ലുമ്പോ പിന്നെ അറിയാലോ. അല്ലെങ്കിൽ റുട്ടീൻ പതിവ് പരിശോധന ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ എന്താ ഒരു റെമഡി ഇല്ലേ, നമുക്കത് വേസ്റ്റേജ് ആയി പോകാതെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ ഇന്ന് ഓഡിറ്റിംഗ് കറക്റ്റ് ആക്കണം, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ നടത്തും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും കണക്കും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും, അവര് നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യും അല്ലെ, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയാണ് റെമഡിയൽ മെഷേഴ്സ് വരുന്നത്. അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടൂലേ? ആ സിസ്റ്റത്തെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഇങ്ങനെ മിസ്സാവാനുള്ള അല്ലെങ്കിൽ വേസ്റ്റേജ് ആവാനുള്ള ലൂപ്പ് ഹോളുകള്, പഴുതുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുക അല്ലെ. നമുക്ക് CCTV ഒക്കെ വെച്ചിട്ട്, ക്യാമറകൾ CCTV ഒക്കെ വെച്ചിട്ട് നമുക്ക് അവര് നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്തുക. പിന്നെ പല ഡിപ്പാർട്ട്മെന്റുകളില് അല്ലെങ്കിൽ വാർഡിന്റെ നിലവാരം അല്ലെ, അത് standardization of needs of various departments and wards. Then increase the number of security persons in എണ്ണം കൂട്ടുക. പിന്നെ 24 hours ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് സീനിയർ ഓഫീഷ്യൽസ് കൈകാര്യം ചെയ്യുക. പിന്നെ പ്രത്യേക കരാറുകളിൽ മാത്രം ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് സപ്ലൈ ചെയ്യുക. പിന്നെ സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻ നടത്തുക, റുട്ടീൻ പതിവ് ഓഡിറ്റിംഗും നടത്തുക. ഇതെല്ലാം നമുക്ക് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയി പോകാതെ അല്ലെങ്കിൽ പിൽഫറേറ്റ് മോഷണം പോകാതെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡിയൽ മെഷേഴ്സ് ആണ്. ക്ലിയർ ആയോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഡ്രഗ് സ്റ്റോർസ് ആണോ? ഡ്രഗ് സ്റ്റോർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. അതാണ് ഞാൻ വെറുതെ ഒന്ന് വായിച്ചു പോയത്. എന്താ പറയാ, ഏതൊക്കെയാ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന പ്ലേസുകൾ അവിടെ പറഞ്ഞേക്കുന്നത്, ഡ്രഗ് സ്റ്റോർസുകളാ പറഞ്ഞേക്കുന്നത്. കാഷ്വാലിറ്റി എമർജൻസി സർവീസിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്യാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ സീരിയസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയകളില് അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് മുഴുവനും. ഉണ്ടാവും മെറ്റേണിറ്റി വാർഡ്, ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയോതൊറാക്സിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് വാർഡ്സ് ആൻഡ് സെക്ഷൻസ്, വർക്ക്ഷോപ്സ് ആൻഡ് മെയിൻ്റനൻസ്, അതൊക്കെ ക്യാഷ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയകളാണ്. പിന്നെ ആംബുലൻസ് സർവീസ്, ജനറൽ സ്റ്റോർ. അപ്പൊ ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. അതിനൊന്നും അങ്ങനെ അത്ര ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ജസ്റ്റ് എന്നാലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പിന്നെ ഞാൻ ഡീറ്റെയിൽ അങ്ങ് പറഞ്ഞു പോകാതെ. അങ്ങനെ ഡീറ്റെയിലിന്റെ ആവശ്യമില്ല അതിന്. നിങ്ങൾക്ക് റെമഡിയൽ മെഷേഴ്സ് ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ ഏതാ ഏരിയ, കിച്ചണില് ഏതൊക്കെ രീതിയിലാണുള്ള 3 കാര്യം പറഞ്ഞില്ലേ. കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള ഭക്ഷണം, കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, പിന്നെ നമ്മള് ആ ഒരു നമുക്ക് എവിടെ നിന്നാണ് കിച്ചണിൽ നിന്ന് പാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഫുഡ് കൊണ്ടുപോകുന്ന സമയത്ത് വേസ്റ്റേജ് ആയി പോകാം.
പിന്നെ നമുക്ക് ഫിൽട്രേറ്റ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ 2 രീതിയെ പറഞ്ഞേക്കണേ. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐറ്റംസ് ഇൻവോൾവ് ഇൻ ഫിൽട്രേറ്റ്, ഏതൊക്കെ ഐറ്റംസ് ആണ് സാധാരണയായി മോഷണത്തിൽ വരുന്നത്, ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ ചാൻസ് ഉള്ള വസ്തുക്കൾ എന്നുള്ളത്. പിന്നെ ഫിൽട്രേറ്റ് ആൻഡ് വേസ്റ്റേജ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലിൽ വേസ്റ്റ് ഈ മെറ്റീരിയൽസ് വേസ്റ്റേജ് ആവാം, അല്ലെങ്കിൽ മോഷണം പോകാം എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. ആ ഒരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ നമ്മുടെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ തീർന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ്, എളുപ്പമാണ്. നമ്മൾ കുറെയൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ഞാനൊന്ന് ഷെയർ ചെയ്തിടാം കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റല്ലേ നിങ്ങൾക്ക്? ഓക്കെ, യെസ്. ഇനി എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ പഠിക്കുന്നത് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ആണ് അല്ലെ. എന്താ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. അതല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇവിടെ പറഞ്ഞേക്ക് നോക്കിയേ, ഫസ്റ്റ് വൺ അഡ്മിനിസ്റ്റർ. ADMINISTER. Administer originated from the Latin word. അപ്പൊ അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞത് ഒറിജിനേറ്റ് ചെയ്തത് അത് ഏത് വേർഡിൽ? ലാറ്റിൻ വേർഡ്. ഏത് 2 വേർഡ്സ് ആണ്? ആഡ് പ്ലസ് മിനിസ്റ്റർ. ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. ഇത് ലാറ്റിൻ വേർഡ്. Administer originated from the Latin words. 2 വേർഡ് അത് ലാറ്റിൻ വേർഡ് ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ഡാഷ് വേർഡ്. ഏത് വേർഡാ? ലാറ്റിൻ വേർഡ്. അഡ്മിനിസ്റ്റർ ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഏതൊക്കെയാ വേർഡ്? ആഡ് പ്ലസ് മിനിസ്റ്റർ. ടു കെയർ ഫോർ. അപ്പൊ എന്താ വേർഡിന്റെ മീനിങ്? അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? ടു കെയർ, പരിപാലിക്കുന്നവർ. ടു കെയർ അല്ലെ, പേഷ്യൻസിനെയൊക്കെ പരിപാലിക്കുക അല്ലെ, മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്, അതായത് ലാറ്റിൻ വേർഡ് അതിന്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടു കെയർ, പരിപാലിക്കുക. അത് നോക്കിയേ, കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. അഫയേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങള്, അവർക്കുടെ കാര്യങ്ങള്, ആളുകളുടെ കാര്യങ്ങള് മാനേജ് ചെയ്യാൻ, നോക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? കാര്യങ്ങള്, അവർക്കുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ആളുകളുടെ കാര്യങ്ങള് മാനേജ് ചെയ്യാനായിട്ട് എന്ത്? ആളുകളെ നോക്കുന്നു. അതാണ് അല്ലെ, ആളുകൾക്ക് നല്ല കെയർ കൊടുക്കാനായിട്ട്, അവർക്കുടെ കാര്യങ്ങള് മാനേജ് ചെയ്യാനായിട്ട് ആളുകളെ നോക്കുന്നു. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ.
എന്തിനാ? ടു മാനേജ് അഫേഴ്സ്. അവരുടെ കാര്യങ്ങള് മാനേജ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവരെ നോക്കുന്നു, അല്ലെ? അവര് കെയർ ചെയ്യുന്നു. അതാണ് വേർഡിന്റെ മീനിങ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ടു കെയർ ഫോർ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫേഴ്സ്. അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവര് നോക്കുന്നു. ഇനി നോക്കിയ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ് കോഓപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഹെർബർട്ട് എ സൈമൺ അദ്ദേഹം എന്താ അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ അത്. എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ? എന്താണ്? ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ്. ഒരാൾക്കടെയല്ല, അല്ലെ? ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. ഓക്കെ, ഗ്രൂപ്പ്സ് കോഓപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. എന്തിനു വേണ്ടിയാ? ഒരു പൊതുവായ ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. കിട്ടിയോ? നമ്മൾ കോമൺ ഗോൾ എന്താണ്? ഹോസ്പിറ്റലിൽ നല്ല കെയർ കൊടുക്കുക, അല്ലെ? അപ്പൊ പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കുക, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, ഹോസ്പിറ്റലിന് നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല ഉയർച്ചയിലേക്ക് പോവുക. ഇതൊക്കെയല്ലേ ഒരു ഹോസ്പിറ്റൽ ഭരണത്തിന്റെ, അല്ലെ, ഒരു അഡ്മിനിസ്ട്രേഷന്റെ എന്താ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെ? അതൊക്കെയല്ലേ അവരുടെ ഗോൾ. അതെല്ലാമല്ലേ ഹോസ്പിറ്റലിന് നല്ലൊരു ഉയർച്ചയിലെത്തിക്കുക, അല്ലെ? അപ്പൊ കോമൺ ഗോള്, അവരുടെ ആ പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്ന? കോപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെ, സഹകരിക്കുന്ന ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ആളുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് ഡെഫിനിഷൻ ആയിട്ട് എഴുതാനൊന്നും ഉണ്ടാവില്ല. ഇനി വേണ്ടിയിട്ട് ആക്ടിവിറ്റി ഓഫ് എ ഗ്രൂപ്പ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ് ഈസ് കോൾഡ് എന്നോ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും എന്താണ് അഡ്മിനിസ്ട്രേഷൻ? അല്ലെങ്കിൽ ഹെർബർട്ട് എ സൈമൺ ഇത് ഈ ഡെഫിനിഷൻ തന്നത് ഇത് ആര് കൊടുത്തതാണ്? അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ ആണ്. അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. എന്തായാലും ഡെഫിനിഷൻ ബൈപാർട്ട് ചെയ്യണ്ട, അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആക്കടെ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെ, ഒരു സഹകരിക്കുന്ന ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയ ഒരാളും കൂടി പറഞ്ഞിട്ടുണ്ട്, ലൂതർ ഗെർലിക്. അദ്ദേഹം അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഡെഫിനിഷൻ എന്താ നോക്കി? അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. കണ്ടോ? നേരത്തെ ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ലൂതർ ഗെർലിക് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാ? has to do getting things done with the fulfillment of objective already defined. എന്താ? ഇതിനകം അത് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടെയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലൂതർ ഗെർലിക് പറഞ്ഞത്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റലിന്റെ ഭരണം, അതല്ലേ? ഗവേണൻസ് എന്ന് പറഞ്ഞത് ഭരണം. അണ്ടർലൈൻ ചെയ്യാട്ടോ. ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ എന്തിന്റെ ഭരണം? ഗവേണൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ചോദിക്കാലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ദ ഡാഷ്. എന്തിന്റെ ഭരണമാണ്? ഹോസ്പിറ്റലിന്റെ, അല്ലെ? ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Administration is made up of many healthcare managers and the executives who handle individual department. Individual department കൈകാര്യം ചെയ്യുന്ന ആരൊക്കെ? ഹെൽത്ത് കെയർ മാനേജേഴ്സിന്റെയും എക്സിക്യൂട്ടീവ്സും അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആ ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ആരൊക്കെ ചേരുന്നതാ? മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ്, ധാരാളം ഹെൽത്ത് കെയർ മാനേജർമാരും എക്സിക്യൂട്ടീവ്സും. ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്?
എന്തെന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ. രണ്ട് സെന്റൻസ് നോട്ട് ചെയ്തോ അവിടെ? ഓക്കെ, രണ്ട് സെന്റൻസ് നോട്ട് ചെയ്തില്ലേ? അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആരൊക്കെ ഉള്ളത്? ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് അല്ലെ, അവരിൽ ചേരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, there are in charge of all the administrative and management function of the respective department. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഭരണം എന്നുള്ളത് എന്താ? ആർക്കിടെയൊക്കെ നോക്കിയേ, in charge of all the administrative and management function. Administrative management functions എല്ലാത്തിന്റെയും in charge, അതാണ് hospital administration. They are in charge of all the executives, all the administrative and management function. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത് made up of ആരൊക്കെയാണ്? ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ് ചേർന്നതാണ് അല്ലെ. ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവും ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അവർക്കുടെ ചാർജ് എന്താ? അവരെന്താ ചെയ്യുന്നത്? ഓൾ ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് ഫങ്ഷൻസ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. They are in charge of the administrative and management function of the respective department. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ളത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും എല്ലാം അവർക്കുടെ ചാർജ് ഉണ്ട് അവർക്ക്. The duty of the administrator differ with the size and complexity of the hospital. കണ്ടോ, ഇനി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. The duty of the administrator differ, വ്യത്യാസപ്പെട്ടിരിക്കും. എങ്ങനെയാ? എന്തനുസരിച്ച്? സൈസ്, ആ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനെ അടിസ്ഥാനമാക്കി. ആൻഡ് കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ എന്താ? സങ്കീർണത. എഴുതി വെച്ചോട്ടോ, സങ്കീർണ. ഹോസ്പിറ്റലിന്റെ വലിപ്പം, അതിന്റെ സങ്കീർണതയെ അടിസ്ഥാനമാക്കി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് നമുക്ക് ചിലത് വലിയ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ, വലിപ്പം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ വെച്ചിട്ട് ചില അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോ ഒരാൾക്ക് തന്നെ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ താഴെ പറയേണ്ടത് കേട്ടോ. ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ചിലപ്പോ ഒരാൾ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടി വരും. എന്നാൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓരോ അഡ്മിനിസ്ട്രേറ്ററിനും ഉണ്ടാവും. ഓരോ സെക്ഷനിലും വേറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടാവും. അപ്പൊ അവരുടെ ഡ്യൂട്ടി എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഡ്യൂട്ടി വ്യത്യാസപ്പെടാം. എന്തനുസരിച്ചാ? അണ്ടർലൈൻ ചെയ്തേ, എന്തനുസരിച്ചാ? സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. മനസ്സിലാവുന്നില്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെടാം ഹോസ്പിറ്റലിന്റെ വലുപ്പത്തെ അനുസരിച്ച്, ഹോസ്പിറ്റലിന്റെ സങ്കീർണതയ്ക്ക് അനുസരിച്ച്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ. ഇനി നോക്കി ആരൊക്കെ തമ്മിൽ ഒരു കോണ്ടാക്ട് വേണം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്? ഹോസ്പിറ്റൽ ബോർഡുകള്, അത് അഡ്മിനിസ്ട്രേറ്റർ, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റർമാര്, മെഡിക്കൽ സ്റ്റാഫ്. കണ്ടോ, ഇവരെല്ലാവരുമായിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു സമ്പർക്കം ഉണ്ടായിരിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോണ്ടാക്ട് ബിറ്റ്വീൻ ആരൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലുള്ള ഇതാ? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് എന്നിവർ തമ്മിലുള്ള ഒരു സമ്പർക്കം അല്ലെ, എന്നിവർ തമ്മിലുള്ള കോണ്ടാക്ട്, അതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, they organize hospital activities and prepare its overall policies. ഇനി എന്താ ചെയ്യുന്നേ? ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. നോക്കിയേ, they organize. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. എന്തൊക്കെയാ സംഘടിപ്പിക്കുന്നേ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അല്ലെ, ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്സ് ഓവറോൾ പോളിസി, മൊത്തത്തിലുള്ള നയങ്ങള് ഇതെല്ലാം തയ്യാറാക്കുകയും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? They organize, hospital administrator organize hospital activities and prepare its overall policies. അങ്ങനെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റലിലുള്ള ആ പോളിസികള് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. ഇനി നോക്കിയേ, നെക്സ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നേ? സം അഡ്മിനിസ്ട്രേറ്റർ ആർ ഇൻ ചാർജ് ഓഫ് ഹിയറിംഗ് ഡോക്ടേഴ്സ്. ഇനി ചില അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ഡ്യൂട്ടി ഉണ്ട്? ഹിയറിംഗ് ഡോക്ടേഴ്സിനെ നിയമിക്കാൻ
കണ്ടോ? ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഒരു ഡ്യൂട്ടി എന്താ? ഹിയറിംഗ് ഡോക്ടേഴ്സിനെ നിയമിക്കാൻ. ആൻഡ് അതർ സ്റ്റാഫ്, പിന്നെ ഡോക്ടറിന് മാത്രമാണോ? ആൻഡ് അതർ സ്റ്റാഫ്, മറ്റുള്ള സ്റ്റാഫുകളെ, ഡോക്ടർമാരെ ഒക്കെ നിയമിക്കാൻ ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ചാർജ് ഉണ്ട്. Carrying out employees evaluation. ഇനി എന്താ എന്റെ കൂട്ടത്തിൽ പറഞ്ഞേക്കുന്നേ? എംപ്ലോയീസിനെ നിരീക്ഷിക്കാനായിട്ട്, അല്ലെ? എംപ്ലോയീസിനെ, തൊഴിലാളികളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗ്, പിന്നെ സ്റ്റാഫ് മീറ്റിംഗുകൾ നയിക്കുന്നതിനും ചില അഡ്മിനിസ്ട്രേറ്റർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ ഓവറോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞതല്ലേ നോക്കിയേ, അല്ലെ? എന്തൊക്കെയുണ്ട് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി പറഞ്ഞേക്കുന്നേ? ചില അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ട്? ഹിയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്, ഡോക്ടർമാരെയും മറ്റുള്ള സ്റ്റാഫുകളെയും നിയമിക്കാൻ, പിന്നെ എംപ്ലോയീസിനെ ഇവാലുവേഷൻ ചെയ്യാൻ, ഡയറക്ടിങ് സ്റ്റാഫ് മീറ്റിംഗുകൾ നയിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ചാർജ് ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടെ അതുകൂടി. Okay, അടുത്ത നോക്കിയേ. They may also be accountable for the hospital public relation and fundraising program. പിന്നെ അതുകൂടാതെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. എന്തിനാണ്? ഫോർ ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ, PR, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ നിലനിർത്താൻ. ആൻഡ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, എന്താണ്? ധനസഹായ പരിപാടികള്, ഫണ്ട് റേസിംഗ്, ഫണ്ട് ഉയർത്തുന്ന രീതിയിലുള്ള ധനസമാഹരണ പരിപാടികള്, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ ഒക്കെ നിലനിർത്താനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ പിന്നെ പറഞ്ഞേക്കുന്ന കാര്യങ്ങള്. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ചാർജ് അല്ലെങ്കിൽ ഡ്യൂട്ടി ആയിട്ട് അവർക്കുടെ കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞേക്കണം. ആ പാരഗ്രാഫ് മൊത്തം അത് ഓരോരോ സെന്റൻസ് ആയിട്ട് പല രീതിയിൽ പറഞ്ഞേക്കുന്നുള്ളൂ കേട്ടോ. ഹോസ്പിറ്റലിന്റെ റിലേഷൻസ്, ധനസമാഹരണ പരിപാടികള്, ഇതെല്ലാം നയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. Since the administrator develop program for teaching and research in hospital, അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്ററിന് എന്തുണ്ട്? ഡെവലപ്പ് പ്രോഗ്രാം ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച്, ഗവേഷണങ്ങൾ ഹോസ്പിറ്റലുകളിൽ നടത്താൻ, ഡെവലപ്പ് ചെയ്യാനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അധികാരം. They have to keep up with the latest advance in medicine. വൈദ്യശാസ്ത്രത്തിലുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങള്, അല്ലെ, മുന്നേറ്റങ്ങള് അവർ നിലനിർത്തേണ്ടതുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കണ്ടേ? They have to keep up with the latest advance in medicine. മെഡിസിനിൽ വരുന്ന പുതിയ കണ്ടെത്തലുകള്, അല്ലെ, വേണ്ടേ? അതിനനുസരിച്ച് വേണ്ടേ ഹോസ്പിറ്റലിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്? പുതിയ കാര്യങ്ങള്, പുതിയ ടെക്നോളജികള്, പുതിയ എക്യുപ്മെന്റ്സുകള് ഓരോ ദിവസം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അത് അവര് കീപ്പ് ചെയ്യണം. എങ്കിലാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലും അത് എന്ത് ചെയ്യാ, പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് റിസർച്ച് പ്രോഗ്രാമുകള് ഡെവലപ്പ് ചെയ്യാനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉത്തരവാദിത്തമുണ്ട്. ക്ലിയർ അല്ലേ ആ പാരഗ്രാഫ്? ഓരോ ഡ്യൂട്ടികള് തിരിച്ച് പറഞ്ഞേക്കുന്നു എന്നുള്ളൂ. മനസ്സിലായോ? ചില അഡ്മിനിസ്ട്രേറ്റർക്ക് ഡോക്ടർമാരെ നിയമിക്കാൻ, മറ്റുള്ള സ്റ്റാഫുകളെ നിയമിക്കാൻ, എംപ്ലോയീസിന്റെ ഇവാലുവേഷൻ, സ്റ്റാഫ് മീറ്റിങ്ങുകളൊക്കെ നയിക്കാനുള്ള അധികാരമുണ്ട്. ചില അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഓൾസോ അക്കൗണ്ടബിൾ. പല ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത്. ചിലർക്ക് എന്തിനുണ്ട്? ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ, ഫണ്ട് റേസിംഗ് പ്രോഗ്രാമുകൾ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ചിലത് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിന് ടീച്ചിങ് ആൻഡ് റിസർച്ച് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരവും, അല്ലെ അതിനുവേണ്ട പ്രോഗ്രാംസുകൾ തയ്യാറാക്കാനുള്ള അധികാരവും ഒക്കെ അവർക്കുണ്ട്. ഇനി നോക്കിയാൽ ലാർജ് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റർ. ഇനി വലിയ ഹോസ്പിറ്റലിലാണെങ്കിലോ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്, സെവറൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. കണ്ടോ? Large hospital maintains several administrators and assistant administrator managing different departments.
കണ്ടോ? when one administrator is in charge overall, ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഓവറോൾ ഒരു ചാർജ് കൊടുക്കും. അതിന്റെ കീഴിലെ കുറെ അഡ്മിനിസ്ട്രേറ്റർമാര്, അവർക്ക് കീഴില് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലുകളിലുണ്ട്. അതായത് കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഹാൻഡിൽ ചെയ്യണ്ടേ. അപ്പൊ ഒരാൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അല്ലെ? ഒരു അഡ്മിനിസ്ട്രേറ്ററിന് മാത്രം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഓടി നടന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പൊ അവിടെ എന്തുണ്ട്? വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഒരു ഇൻചാർജ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതിന്റെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അതിന്റെ കീഴിൽ എന്തുണ്ട്? അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ട്. ക്ലിയർ അല്ലേ അത്? ഓക്കെ. ഇനി സ്മോളർ ഹോസ്പിറ്റൽ, ഇനി ചെറിയ ഹോസ്പിറ്റലിലാണെങ്കിലോ one administrator may be in charge of a number of department. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകള് ആര് കൈകാര്യം ചെയ്യണം? ഒരു അഡ്മിനിസ്ട്രേറ്റർ കൈകാര്യം ചെയ്യേണ്ടി വരും. ചെറിയ ഹോസ്പിറ്റൽ അല്ലേ, അപ്പൊ നമ്മൾ ഒത്തിരി വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ പല ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഓർ ഇവൻ വെന്ത, അല്ലെങ്കിലോ ഓർ ഇവൻ വെന്ത എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൊത്തം, ആ ഒരു ചെറിയ ഹോസ്പിറ്റൽ മൊത്തം ആര് ഹാൻഡിൽ ചെയ്യണം? ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ഓവറോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതിന്റെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട്. എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മുഴുവനും ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ കൈകാര്യം ചെയ്യേണ്ടി വരും. In this case, for example, the administrator may assess the budget for these department and give financial approval to hearing recommendation. എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ ഹിയറിംഗ് എന്ന് വെച്ചാൽ നിയമിക്കുക. ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ബഡ്ജറ്റുകളെ വിലയിരുത്താനും അന്തിമ അനുമതി നൽകാനുമുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട് അവർക്ക് കേട്ടോ. For example, the administrator may assess the budget for these department. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ ബഡ്ജറ്റുകൾ വിലയിരുത്താനും and give final approval. കണ്ടോ? ഫൈനൽ അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരവും ഉണ്ട്. ഇനി അപ്പൊ അത്രയാണ് ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആ ഇൻട്രൊഡക്ഷനിലെ ഇനി ഒന്ന് വായിച്ചാൽ പോരെ? ഓക്കെ അല്ലേ? ഇനി ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നോക്കി ഇവിടെ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്? ആ വേർഡ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പോസ്റ്റ് കോർബ് എന്നുള്ളത് POSTCORB, പോസ്റ്റ് കോർബ്. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു കണ്ടോ? പിന്നെ ചോദിക്കാം എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ്, അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഏതാണ് അതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നതാണ് പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത്. അതിലെ ഓരോ ലെറ്റേഴ്സും P എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്, ആസൂത്രണം ചെയ്യുന്നതാണ്. O എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ്, അത് സംഘടിപ്പിക്കുന്നതാണ്. S എന്ന് പറഞ്ഞ പോസ്റ്റ് കോഡിലെ S എന്തിനെയാ സൂചിപ്പിക്കുന്നേ? സ്റ്റാഫിങ്ങിനെയാണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ്. മനസ്സിലായോ? D എന്ന് പറഞ്ഞാ ഡയറക്റ്റിംഗ്. ഓരോന്നും ഡീറ്റെയിൽ പറയാട്ടോ. അതിന്റെ പോസ്റ്റ് കോഡിലെ C എന്ന് പറഞ്ഞ ലെറ്റർ കോർഡിനേറ്റിംഗ്, കോർഡിനേഷനെയാണ്. R എന്ന് പറഞ്ഞത് റിപ്പോർട്ടിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബഡ്ജറ്റ്. കണ്ടോ? അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ക്ലിയർ ആയോ? എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പോസ്റ്റ് കോഡ് എന്നുള്ള വേർഡ് നമ്മൾ ഓർത്ത് വെക്കണം. അതിലെ ഓരോ ലെറ്റേഴ്സും ഏതിനെ ഡിനോട്ട് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിക്കും. ഇൻ പോസ്റ്റ് കോഡ് P stands for dash, അല്ലെങ്കിൽ ഇൻ പോസ്റ്റ് കോഡ് O stands for dash. കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ എങ്ങനെയാ അതിൽ നിന്ന് വരുന്നതെന്ന്? അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഏത് രീതിയിലാ ക്വസ്റ്റ്യൻ വന്നേന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങക്ക്? ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ ആണ് പ്ലാനിങ്. നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? അല്ലേ? പ്ലാൻ ചെയ്യാറില്ലേ? ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് പറയാമോ?
ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനിലെ ഫസ്റ്റ് പാരഗ്രാഫ് എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിൻ ചെയ്തത് ഏതാ? ലാറ്റിൻ വേർഡ് ഏതാണ്? ആഡ് പ്ലസ് മിനിസ്റ്റയർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ് നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഉത്ഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതപ്പോ അവിടെ ചോദിക്കാം ഏത് വേർഡാണെന്ന് ചോദിക്കാം കേട്ടോ. ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. വേർഡ് ഏതൊക്കെയാണ്? ആഡ്, മിനിസ്റ്റയർ. ഇനി അതിന്റെ മീനിങ് എന്താ? ടു കെയർ അല്ലെ? കെയർ പരിപാലിക്കൽ, അല്ലെങ്കിലോ ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ടു മാനേജ് അഫേഴ്സ്. അഫേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങള്. അത് അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് എന്താണ് ഈ ആളുകളുടെ കാര്യങ്ങൾ, ആളുകളെ മാനേജ് ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. കണ്ടോ? കാര്യങ്ങൾ കാര്യം ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ, ആളുകളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അവരെ നോക്കുന്നു, അല്ലെ അവരെ കെയർ ചെയ്യുന്നു. അതാണ് അതിന്റെ മീനിങ്. പിന്നെ എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഒരാളുടെ പ്രവർത്തനം അല്ല അല്ലെ? ഇസ് എ ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എങ്ങനത്തെ ഗ്രൂപ്പുകളാണ്? കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്. ഒരു പൊതുവായ ലക്ഷ്യങ്ങള് നിറവേറ്റുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പില്ലേ അല്ലെ? നിങ്ങൾ വേറെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എക്സാമിന് വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അല്ലെ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലേ? അതൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തനം. അതുപോലെ ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല. ഇതെന്താ? ഒരു സഹകരിക്കുന്ന, അതാണ് എന്താ പറയുന്നത്, എന്താ? ഒരു പൊതുവായ ലക്ഷ്യങ്ങൾ, ഹോസ്പിറ്റലിലെ പൊതുവായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അതിന് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മോളെ? ഒരുപാടൊന്നുമില്ല, ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ. അത് ഏത് വേർഡാ? ലാറ്റിൻ വേർഡ് എന്ന് നോക്കുക. അത് ഏതൊക്കെയാണ് ആ വേർഡ്സ് നോക്കുക. അതിന്റെ മീനിങ് നോക്കുക കേട്ടോ. അതിന്റെ മീനിങ് നോക്കണം. എന്താണ്? ടു കെയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ടു മാനേജ് അഫേഴ്സ് എന്നുള്ളത് ആ മീനിങ് നോക്കണം. പിന്നെ നമ്മള് ഹെർബർട്ട് എ സൈമൺ എന്താ പറയാ, ഈ അഡ്മിനിസ്ട്രേഷന് കൊടുത്ത ഒരു ഡെഫിനിഷനാണ്. ഡെഫിനിഷനായിട്ട് ചോദിക്കില്ല. അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ ആ ഡെഫിനേഷൻ തന്നിട്ട് ഇത് ആര് കൊടുത്തതാന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ഇലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇലമെന്റ്സിന് ആദ്യത്തെയാണ് പ്ലാനിങ്. നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യൂലേ അല്ലെ? പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. എന്താ പറഞ്ഞേക്കുന്നത്? പ്ലാനിങ് നമുക്കൊരു ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം അല്ലെ? പ്രോസസ് ഓഫ് തിങ്കിങ്. നമ്മൾ പ്ലാൻ ചെയ്യാറില്ലേ? വൈകിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം, ഇന്ന സാധനങ്ങൾ മേടിക്കണം, നമ്മൾ പ്ലാൻ ചെയ്യൂലേ? എന്തിനു വേണ്ടിയാ? നമ്മളൊരു തിങ്ക് ചെയ്യാണ് അല്ലെ? പദ്ധതി ആസൂത്രണം ചെയ്യാണ്. എന്തിനു വേണ്ടി? ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെ? ഒരു ലക്ഷ്യത്തിലേക്ക്, ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പോസ്കോപ്പിലെ ഫസ്റ്റ് ലെറ്റർ പി എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ് ആണ്. ഇനി ഇവിടെ ആ സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ എ ഡിസൈർഡ് ഗോൾ. അതറിയാലോ, നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യാല്ലേ? നമ്മളെന്താ ആ ഒരു നല്ലൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു അല്ലെ? എങ്ങനെയൊക്കെ ചെയ്ത് എങ്ങനെ വരാം, ഏത് രീതിയിൽ ചിന്തിക്കണം എന്നൊരു പ്ലാനിങ്. അതാണ് പ്രോസസ് ഓഫ് തിങ്കിങ്. നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ? It is the first and the foremost activity to attain the desired result. അതുകൂടി നോക്കിയേ. പ്ലാനിങ് എന്ന് പറയുന്നത് ആഗ്രഹിച്ച, നമുക്ക് ഡിസൈഡ്, ആഗ്രഹിച്ച ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ആദ്യത്തേതും പ്രധാനമായ പ്രവർത്തനമാണ്. ആ സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. It is the first and foremost activity to attain desired result. ആദ്യത്തേതും എന്താണ്? പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്, പ്രവർത്തനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നമുക്കൊരു ആഗ്രഹിച്ച റിസൾട്ട് കിട്ടുന്നതിന്, നമുക്ക് ആഗ്രഹിച്ച ഒരു റിസൾട്ട് കിട്ടുന്നതിന് ആദ്യത്തേതും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്? പ്ലാൻ. അത്രയും മതി കേട്ടോ.
അപ്പൊ അതിനകത്ത് പോസ്റ്റ് വേർബിലെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ പറഞ്ഞത് പ്ലാനിങ് ആണ് പറഞ്ഞത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ആഗ്രഹിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ. പ്രോസസ് ഓഫ് തിങ്കിങ്, അതാണ് പ്ലാനിങ്. അപ്പൊ ഡാഷ് ഇട്ട് തന്നാ അറിയാൻ പാടില്ലേ? ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് എന്ന് കാണുമ്പോ തന്നെ അറിയാലോ ഏതാ വരുന്നേന്ന്, പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി, ഏറ്റവും ആദ്യത്തതും സുപ്രധാനമായ പ്രവർത്തനമാണ്. എന്തിന്? ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്, ആഗ്രഹിച്ച ഒരു ലക്ഷ്യം, ആഗ്രഹിച്ച ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തേതും പ്രധാനമായിട്ടുള്ള പ്രവർത്തനമാണ് പ്ലാനിങ്. ഓക്കെ, അത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.